നമസ്കാരം. നന ക്രിയേഷൻസിൽ നിന്ന് ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണേ. 1 കിലോ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലുള്ള ചിക്കനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് എടുത്തുവെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ സമയം അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരും ഉപ്പും കൂടെ ചേർക്കണം. ആ സമയത്ത് തന്നെ നമുക്കതിൻ്റെ കൂടെ മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ സമയം അടച്ചു വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് 1 മണിക്കൂർ സമയം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ സമയം അടച്ചു വയ്ക്കാം. അങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ആദ്യം തന്നെ ഉപ്പ് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ മസാല വേഗം തന്നെ പിടിക്കും. ഇനി ഇത് അടച്ചിട്ട് 1 മണിക്കൂർ സമയം വയ്ക്കാം. ഇപ്പോൾ ഇതാ 1 മണിക്കൂർ സമയം കഴിഞ്ഞു. ഇതിലേക്കിപ്പോൾ ചേർക്കണത് കബാബ് മസാലയാണ് ചേർക്കണത്. ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മസാലയാണ്. ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള മസാലകളൊക്കെ ചേർത്താലും മതി. ഗരം മസാല ചേർക്കുക. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് കബാബ് മസാല 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കബാബ് മസാലയ്ക്ക് പകരം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്താൽ 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കണത് കസൂരി മേത്തിയാണ് ചേർക്കണത്. അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എല്ലാവർക്കും കസൂരി മേത്തിയുടെ മണവും ടേസ്റ്റൊന്നും ഇഷ്ടാവില്ല. പക്ഷേ കസൂരി മേത്തി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ ഇനി ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത കട്ടിയായിട്ടുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് വാങ്ങിച്ചതാണ് ചേർക്കണത്. നമ്മുടെ വീട്ടിലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ തുണിയിൽ കെട്ടി കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒഴുകിപ്പോവും. നല്ല കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അതിനാണ് കട്ടിയായിട്ടുള്ള തൈര് തന്നെ ചേർക്കണം എന്ന് പറയുന്നത്. അപ്പോൾ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ സമയം നമുക്ക് ഇത് വീണ്ടും അടച്ചു വയ്ക്കാം. അപ്പോൾ സമയം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറൊക്കെ എല്ലാം കൂടി ചേർത്തിട്ട് 2 മണിക്കൂർ വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അത് 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം അടുപ്പൊക്കെ നന്നായി കനൽ വരുന്ന രീതിയിൽ കത്തിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ചിരട്ട കത്തിച്ചു. പിന്നെ ചാർക്കോൾ വാങ്ങിച്ചതും കൂടി ഇട്ട് നന്നായിട്ട് കത്തി കനലായി കഴിയുമ്പോൾ ഇത് പുകയില്ലാത്ത അടുപ്പാണ്. അതുകൊണ്ട് വട്ടത്തിലുള്ള ഗ്രില്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിലിങ്ങനെ ചിക്കൻ്റെ പീസുകളൊക്കെ വെച്ച് ബ്രഷ് കൊണ്ട് ബട്ടറാണ് ഇപ്പോൾ തേച്ച് കൊടുത്തത്. ബട്ടർ തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇതിൽ എണ്ണ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട്. ഇനി ഇതിങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് 2 ഭാഗത്തും ബട്ടർ തേച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ. ചിക്കൻ അധികം വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് നല്ല കനലായതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. കനലപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് ഊതി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും ചൂട് ആറാണ്ട് തന്നെ കനൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് തന്നെ ഉണ്ടാവും അവസാനം വരെ. ഇപ്പോൾ അതാ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൺലെസ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചതിന് ശേഷം മയോണൈസോ അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് സോസ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നമുക്ക് അതിൽ മുക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഇതാ നല്ല ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.